അങ്കമാലിയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ക്യൂബൻ കോളനി മികച്ച പ്രതികരണവുമായി പ്രദർശനം തുടരുകയാണ്. മനോജ് വർഗീസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏബിൾ ബെന്നിയും ഐശ്വര്യ ഉണ്ണിയുമാണ് ഇന്ന് അതിഥികളായി എത്തിയിരിക്കുന്നത്. ഏബിൾ, ഐശ്വര്യ രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലാണ്. മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുന്നു എന്നൊക്കെ അറിയാം. എന്നാലും അതിൽ കൂടുതലായിട്ട് എന്താണ് ഏബിളിന് പറയാനുള്ളത്? ചിത്രം പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞോ? ഏബിളിന്റെ കഥാപാത്രത്തെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? വളരെ നല്ല പ്രതികരണമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സിനിമ റിലീസായ ഉടനെ തന്നെ ഇപ്പോൾ ഒരു പുതുമുഖങ്ങളാണ് കൂടുതലായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ആൾക്കാർ ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ടായിരിക്കണം ഇപ്പോൾ സിനിമ കാണാൻ കയറുന്നത്. ഇപ്പോൾ സിനിമ റിലീസായി ഇത്രയും ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും റിവ്യൂ കൂടി വരികയാണ്. തിയേറ്ററിലെ ആൾക്കാരും കൂടി വരികയാണ്. നല്ല റെസ്പോൺസാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഐശ്വര്യ, എനിക്ക് ശരിക്കും ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഇതിപ്പോൾ 100ഓളം ആളുകൾ പുതുമുഖങ്ങളാണെന്നാണ് അറിഞ്ഞത്. ഇത്രയും പേര് അതിൽ പുതുമുഖങ്ങളാണെന്ന് സിനിമ കണ്ടാൽ ഒരാൾ പോലും പറയില്ല. പ്രത്യേകിച്ച് നിങ്ങൾ മെയിൻ റോൾ ചെയ്തിരിക്കുന്ന കുറേ ആർട്ടിസ്റ്റുകൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഐശ്വര്യയ്ക്ക് എങ്ങനെയാണ്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു? ഏറ്റവും സന്തോഷം തന്ന പ്രതികരണം ഏതാണ്? എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. മൂവി കണ്ടിട്ട് കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപകരും വിളിച്ചു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതില് ഏബിൾ, ഒരു നാടിന്റെ നന്മ, അവരുടെ ഐക്യം, ആഘോഷം, തല്ല്, അടി, കുത്ത്, പ്രണയം എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാമുള്ള ഒരു അവിയൽ സിനിമയാണ് നിങ്ങൾ ഒരു ഭാഗമായിരിക്കുന്നത്. അത്തരത്തിലൊരു സിനിമയിലേക്ക് എങ്ങനെയാണ് ഏബിൾ എത്തിയത്? അങ്കമാലി ഡയറീസ് ആണ് ശരിക്കും അങ്കമാലിയിൽ ഷൂട്ട് ചെയ്ത ആദ്യത്തെ സിനിമ. അപ്പം നമുക്ക് സാധാരണ അങ്കമാലിക്കാരല്ലാത്തവർക്ക് അങ്കമാലിയുടെ ഒരു സ്വഭാവമൊക്കെ എന്താണെന്ന് അങ്കമാലി ഡയറീസിലൂടെ വ്യക്തമായി. പക്ഷേ ക്യൂബൻ കോളനി കാണുമ്പോൾ അത് കുറച്ചും കൂടെ വ്യക്തമാവും. ക്യൂബൻ കോളനിയിൽ നമുക്ക് എന്താ പറയുക, ആ നാടിൻ്റെ ശരിക്കുള്ള സംസ്കാരം, അതായത് അതിൻ്റെ ഒരു ഭാഗമാണ് മാങ്ങാക്കറി. നമ്മുടെ സിനിമയിൽ ആദ്യം റിലീസായ അരിസ്റ്റോ സുരേഷേട്ടൻ പാടിയ അങ്കമാലി മാങ്ങാക്കറി കണ്ടോടി മോളെ എന്ന് പറഞ്ഞ പാട്ട് തന്നെ യൂട്യൂബിൽ ട്രെൻഡിങ് നമ്പർ 2 ആയിരുന്നു ഇറങ്ങിയ സമയത്ത്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം ആ പാട്ടിന് കിട്ടിയ അതേ സ്വീകാര്യത നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കാരണം അങ്കമാലിയിലെ ഞങ്ങളുടെ സിനിമയിൽ ഇപ്പോൾ പറയുന്നത് 5 സുഹൃത്തുക്കളുടെ കഥയാണ്. അതിൽ മാർട്ടിൻ എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രണയമുണ്ട്, ഈ പറഞ്ഞ പോലെ അവിടെ നടക്കുന്ന രസകരമായിട്ടുള്ള കൂട്ടുകാരുടെ കുറെ ഫുട്ബോൾ കളികളുണ്ട്. നമുക്ക് അതിലേക്ക് എത്താം. നമുക്ക് എന്തായാലും ഈ അരിസ്റ്റോ ചേട്ടന്റെ ഈ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന ആ മാങ്ങാക്കറിയുടെ ആ പാട്ട്, ആ കറിയേക്കാൾ സ്വാദോടെയാണ് പ്രേക്ഷകർ അതിനെ ഏറ്റെടുത്തത്. ആ പാട്ട് കണ്ടിട്ട് നമുക്ക് തിരിച്ചെത്താം. ഈ പാട്ടോട് ചേർത്ത് തന്നെ പറയട്ടെ, അലോഷയുടെ മ്യൂസിക് അതിഗംഭീരമായിരുന്നു. എല്ലാവരും അത് സ്വീകരിച്ചു കഴിഞ്ഞു. എന്തായാലും ഐശ്വര്യ ഇതിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, കാരണം മെയിൻ റോൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിഗംഭീരമായി നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ആ ക്യാരക്ടറിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു ചെറിയ ക്ലൂ കൊടുക്കാം? അങ്ങനെ ഒത്തിരി റിവീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും വളരെ ബോൾഡായൊരു ക്യാരക്ടറാണ്. നല്ല സീരിയസ് റോളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ആ റോളിലോട്ട് എത്തിച്ചേരാൻ ഒരുപാട് തന്നെ ഹെൽപ്പ് ചെയ്തത് ഡയറക്ടർ സാർ തന്നെയാണ്, മനോജ് സാറാണ്. സാർ ഒരുപാട് എങ്ങനെയാണ് റോളെന്ന് കറക്റ്റായിട്ടൊരു നന്നായി പറഞ്ഞു തന്നിരുന്നു. അതുപോലെ തന്നെ ഇതിൽ മെയിൻ വില്ലൻ റോൾ ചെയ്ത വിമൽ സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നു. ശരിക്കും ആക്ടിങ് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ നന്നായി പ്രിപ്പയർ ചെയ്ത് വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഉണ്ടാവാതെ ചെയ്യാൻ പറ്റി. ഐശ്വര്യ ഒരു ഡാൻസർ ആയതുകൊണ്ട് മാത്രമാണോ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത്, ഇല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിലേക്ക് എത്തിയത്? അല്ല, ഞാൻ ഡാൻസർ അല്ല, അങ്ങനെയല്ല. മൂവിയോട് ഭയങ്കര പാഷനായിരുന്നു. കുഞ്ഞുനാൾ തൊട്ട് ആക്ട് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും സപ്പോർട്ടായിട്ട് നിന്നത് അച്ഛനാണ്. അച്ഛന് ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അമേച്ചർ നാടകങ്ങളൊക്കെ. അപ്പോൾ അച്ഛന് ഞാൻ ആക്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മൂവി ഈ ഫീൽഡിലോട്ട് എത്തിച്ചേർന്നത്. ഏബിളിന് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കഥാപാത്രമാണ്. കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്ന, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കേണ്ട ഒരു ക്യാരക്ടറായിരുന്നു അത് എത്രത്തോളം ഭംഗിയാക്കാൻ സാധിച്ചു? ഇപ്പോൾ സംവിധായകൻ മനോജ് തന്നെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിസൾട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടാവാം. അത് എത്രത്തോളം സംതൃപ്തിയുണ്ട് ഏബിളിന് അത് ചെയ്യാൻ, ഇല്ലെങ്കിൽ പുള്ളി ഉദ്ദേശിച്ച ആ ക്യാരക്ടറിനെ ഫലിപ്പിക്കാൻ, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതിലൊരു സന്തോഷം, ഒരു ആത്മവിശ്വാസം ഒക്കെ ഉണ്ടോ? ശരിക്കും ക്യൂബൻ കോളനിയിലെ മാർട്ടിൻ എന്ന കഥാപാത്രത്തിന് ഏബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനുവേണ്ടി തന്നെ ഒരു 2 മാസത്തിൻ്റെ അടുത്ത് ട്രെയിൻ ചെയ്തിരുന്നു. അങ്കമാലി കൊണ്ട് താമസിപ്പിച്ച് അവിടുത്തെ ജീവിതശൈലികളെല്ലാം പഠിപ്പിച്ചിരുന്നു.
അപ്പം അതിൽ ഡയറക്ടർ മനോജ് വർഗീസ് അദ്ദേഹം അങ്കമാലിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിധിവരെ എനിക്കത് പഠിപ്പിച്ചു തരാൻ വളരെ സഹായകമായി. പിന്നെ ഞങ്ങളുടെ സിനിമയിൽ മെയിൻ വില്ലനായിട്ട് വരുന്ന വിമൽ സാറ്, അദ്ദേഹം ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ, അതായത് ആക്ടിങ് ട്രെയിനിങ് കോച്ചാണ്. സോ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് വളരെ ഉപകാരപ്പെട്ടു. പടം കണ്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല റിവ്യൂ ആണ് എല്ലാവരും തന്നിട്ടുള്ളത്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ തന്നിട്ടുണ്ട്. എന്നാലും മോശമല്ലാത്തൊരു അഭിപ്രായം ഒരു പുതുമുഖം എന്ന നിലയിൽ കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. മനോജേട്ടൻ മാത്രമല്ല, കണ്ട എല്ലാവരും നല്ലൊരു റിവ്യൂ ആണ് ഇതുവരെ തന്നിട്ടുള്ളത് സിനിമയ്ക്കും. അതായത് എന്നോട് പറയുമ്പോൾ എൻ്റെ ക്യാരക്ടറിനെ പറ്റിയും പറയാറുണ്ട്. ഇതുവരെ കിട്ടിയിരിക്കുന്നത് നല്ലൊരു റിവ്യൂ ആണ്. അഭിപ്രായങ്ങൾ പലതും വന്നിട്ടുണ്ട്. ബട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. പക്ഷേ ഏബിള് പുതുമുഖമൊന്നും അല്ല. ഏബിളിനെ ഇതിനു മുമ്പ് എവിടേക്കോ കണ്ടിട്ടുണ്ട്. എവിടെയായിരുന്നു അതൊക്കെ? ഞാൻ 2013 കമൽ സാറിൻ്റെ നടൻ എന്ന് പറഞ്ഞ മൂവിയിൽ ചെറിയൊരു വേഷമാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ഋഷ്യശൃംഗൻ എന്ന് പറഞ്ഞൊരു നാടക നടനായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ മോഡലായിരുന്നു. പൂനെയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇതിൻ്റെ എഡിറ്റർ ജോവിൻ ജോൺ എന്നെ ക്യൂബൻ കോളനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ജോവിൻ എന്നോട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഡയറക്ടറെ പോയി കണ്ടു. അദ്ദേഹം ഓഡീഷന് പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പോൾ 2000-ൽ പരം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഓഡീഷന്. അതിൽ നിന്ന് സെലക്ടായി. അങ്ങനെയാണ് ക്യൂബൻ കോളനിയിൽ എത്തിപ്പെടുന്നത്. ക്യൂബൻ കോളനിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതെല്ലാം ഉണ്ട്. ഗുണ്ടകളുണ്ട്, ഒരുപാട് കോളനിയിൽ തന്നെ 2 ടീമായിട്ട് മാറുന്നു. അവർ തമ്മിലുള്ള അടിപിടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനിടയിൽ കൂടെ മനോജ് ശ്രമിച്ചൊരു കാര്യം, അവരുടെ ഉള്ളിലെ കുറെ നന്മകൾ, ഇല്ലെങ്കിൽ അവിടെയുള്ള കുറച്ച് പേരുടെ കുറെ നന്മകൾ കാണിക്കാൻ ശ്രമിച്ചു. അതൊരു മനഃപൂർവ്വമായിട്ട് നാട്ടുകാരെ ഒന്ന് അടുപ്പിക്കാൻ ചെയ്തതാണോ, ഇല്ലെങ്കിൽ ശരിക്കും അങ്ങനെ സ്ക്രിപ്റ്റിൽ ഇപ്പം പുള്ളിയുടെ തന്നെ സംവിധായകൻ തന്നെയാണ് തിരക്കഥ, അപ്പം ആ സമയത്ത് വന്ന കുറച്ച് കാര്യങ്ങളാണോ ഷൂട്ടിന്റെ ടൈമിൽ? ഒരിക്കലും അല്ല. അങ്കമാലിയുടെ എന്താ പറയുക, ആ നാട്ടിൽ ഞാൻ 2 മാസം നിന്നായിരുന്നു പറഞ്ഞു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. അവിടെയുള്ള ആൾക്കാരുടെ ഉള്ള മൊത്തം സ്നേഹവും കാര്യങ്ങളും നമുക്ക് സിനിമയിൽ കാണിക്കാൻ മൊത്തമായിട്ടും പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും നന്മയുള്ളൊരു നാട് തന്നെയാണ് അങ്കമാലി. അപ്പം അവിടെയുള്ള ആൾക്കാരുടെ കൂട്ടായ്മ കാര്യങ്ങളെല്ലാം നമ്മുടെ സിനിമ കണ്ടവർക്കറിയാം. അതിലുള്ളൊരു ഐക്യം, ഒരു നാടിൻ്റെ ഐക്യം എന്താണെന്ന് സിനിമ കണ്ടാലറിയാം. അടിയും ബഹളമൊക്കെ സിനിമയിലുണ്ടെങ്കിലും അതൊരു വശത്താണ്. അതിൻ്റെ ഒരു മറുവശം ശരിക്കും സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ സ്നേഹമുള്ള നാട്ടുകാർ തന്നെയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ വെക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. പിന്നെ അതുപോലെ ഒരു കാലത്തും ചതിക്കില്ലാത്ത കുറച്ച് കൂട്ടുകാരുണ്ട്. എന്നാൽ നമ്മളെ ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം കഥയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലം എന്താണെന്നും അവിടെയുള്ള ആൾക്കാരുടെ ജീവിതം എന്താണെന്നും. ഒരു സൊസൈറ്റിയുടെ മൊത്തം ലൈഫാണ് ശരിക്കും അങ്കമാലി. ഒരു വികാരമാണ് ഇപ്പൊ ക്യൂബൻ കോളനി കാണുമ്പോൾ. ശരിയാണ്. കാരണം ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഒരു ചിത്രത്തിൽ കാണാത്തതുപോലെ ഒരു ചെറിയ നെഗറ്റീവിലൂടെയൊക്കെ പോയിട്ട് നമ്മൾ ആരും ഒരു എന്താ പറയാ, ഒരു ഐശ്വര്യമില്ലായ്മ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒന്ന് തുടങ്ങി പിന്നെ പെട്ടെന്ന് അത് ആവേശത്തിലേക്ക്, അതും ഫുട്ബോളിലേക്ക് വരികയാണ്. അപ്പൊ തന്നെ പ്രേക്ഷകരെ കയ്യിലെടുത്ത് കഴിഞ്ഞു. ആ ഫുട്ബോൾ കഴിയുമ്പോഴത്തേനും വീണ്ടും അടിയാണ് തുടങ്ങുന്നത്. അപ്പൊ അവിടുന്ന് വീണ്ടും പ്രേക്ഷകർ കുറച്ചുകൂടെ അടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേനും പോകുന്നത് വേറെ വേറെ തലങ്ങളിലാണ്. അത് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി കാണാനോ ഇല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐശ്വര്യയ്ക്ക് എന്താണ് സംവിധായകനെ കുറിച്ച് എങ്ങനെയാണ് തോന്നിയത്? ഈ ഒരു കഥ കേട്ട് ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷം ഇതിന്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പം സംവിധായകനെ കുറിച്ച് ഐശ്വര്യയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ അധികം നന്ദിയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇത്രയും നല്ലൊരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് എനിക്ക് തന്ന മനോജ് സാറിനോട് ഭയങ്കരമായ ഒരു നന്ദിയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഈ മൂവിയിലോട്ട് ഞാൻ എത്താൻ കാരണം ഏബിളാണ്. ഏബിൾ എൻ്റെ ഫ്രണ്ടാണ്. അവൻ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടാണ് മനോജ് സാർ എന്നെ വിളിക്കുന്നതും ഓഡീഷൻ ചെയ്യുന്നതും. അങ്ങനെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ സെലക്ട് ആവുന്നതും. അപ്പോൾ അങ്ങനെയാണ്. എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. മൂവിയുടെ പുറകിൽ പ്രവർത്തിച്ചവരോടും അതുപോലെ തന്നെ മനോജ് സാറിനോടും വളരെയധികം നന്ദിയുണ്ട്. ഇതിൽ അലോഷ്യയുടെ ഇത് പറയുന്നതിന് ശേഷം സിനോജ് പി അയ്യപ്പന്റെ സിനിമാറ്റോഗ്രഫിയാണ് എല്ലാവരും എടുത്തു പറയുന്നത്. കാരണം നമ്മൾ അങ്കമാലി ഡയറീസ് കണ്ടു, വീണ്ടും അങ്കമാലി പോലൊരു പടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമാറ്റോഗ്രഫിക്ക് ഭയങ്കര പ്രാധാന്യം എല്ലാവരും പ്രതീക്ഷിച്ചിട്ട് തന്നെയായിരിക്കും തിയേറ്ററിൽ കയറിയത്. പക്ഷെ ഇറങ്ങിയവരാരും അതിലൊരു യാതൊരു കുറ്റവും കണ്ടെത്താതെ എല്ലാവരും മികച്ച അഭിപ്രായം പറഞ്ഞു. ഏബിൾ എങ്ങനെയായിരുന്നു? പുള്ളിയുടെ തന്നെ ഫ്രെയിമുകളായിരുന്നോ ഇല്ലെങ്കിൽ മനോജ് പറഞ്ഞ ഫ്രെയിമുകളായിരുന്നോ പുള്ളി ഉപയോഗിച്ചിരുന്നത്?
ഞാൻ ആക്ച്വലി +2 കഴിഞ്ഞിട്ട് പഠിച്ചത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു, ഡോൺ ബോസ്കോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ഷൻ ക്യാമറയാണ് പഠിച്ചത്. അപ്പം ആ സമയത്തൊക്കെ കത്തി നിൽക്കുന്ന സിനിമയാണ് ഇതിഹാസ, അത് കഴിഞ്ഞിട്ട് സ്റ്റൈല്. അപ്പൊ അതിലുള്ള ഫ്രെയിമുകളൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ കൊതിയാകുമായിരുന്നു. ഈ ഫ്രെയിമിന്റെ, അതായത് സിനോജേട്ടൻ വെക്കുന്ന ഫ്രെയിമിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പറ്റുക എന്നുള്ള ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതി. ഇപ്പം എനിക്ക് അഭിനയിക്കാൻ നല്ലൊരു റോളില്ല, അതായത് മുഖ്യവേഷത്തിലെത്തുന്ന ഒരു സിനിമയിൽ സിനോജേട്ടന്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ പോയി നിൽക്കാൻ പറ്റിയതൊരു വലിയ ഭാഗ്യം. അപ്പം സിനോജേട്ടന്റെ ഐഡിയാസ് കാര്യങ്ങളും ഒബ്വിയസ്ലി സിനിമയിൽ വന്നിട്ടുണ്ട്. മനോജേട്ടൻ ഡയറക്ടർ എന്ന് പറഞ്ഞ നിലയിൽ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ വന്നിട്ടുണ്ടാവാം. ഞാൻ അങ്ങനെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും സിനിമയിലേക്ക് വേഷത്തിൽ വരുവാണ്. ഒന്ന് നമ്മുടെ ശ്രീരാജ് വിക്രം എന്ന് പറഞ്ഞ അദ്ദേഹം സിനിമ പാഷനായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. കുറെ കാലത്തെ കഷ്ടപ്പാടിന്റെ ശേഷമാണ് ശ്രീരാജ് ഇപ്പൊ സിനിമയിലേക്ക് വന്നിരിക്കുന്നത് ഒരു മുഖ്യമായ വേഷത്തില്. പിന്നെ മെസ്സി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഗോകുൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു ഡാൻസറാണ്, ചെറിയൊരു കോമഡി ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെ ജിനോ ജോൺ, മെക്സിക്കൻ അപാരത, അതുപോലെ മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിലൂടെ വളരെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആളാണ് ജിനോ ജോൺ. പിന്നെ ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത് നമ്മുടെ അങ്കമാലി ഡയറീസിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൽ പെട്ടെന്ന് പറഞ്ഞ ശവത്തിന്റെ കൈ ഒടിക്കണ ആളാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും ശ്രീകാന്തിനെ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ 5 പേര് കൂടുന്ന ഒരു ഗ്യാങ്. ഇതില് ഒരുപാട് നമുക്ക് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. പല സിനിമകളിലും അത്രയും ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചിത്രം ചെയ്യാന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാവരും എങ്ങനെയായിരുന്നു സെറ്റിലുള്ള ഒരു അങ്കമാലിക്കാർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ സെറ്റിൽ എല്ലാവർക്കും എത്തിച്ചേരണം. ആ നാട്ടിലുള്ളവർ തന്നെയായിരുന്നോ, ഇല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളായിരുന്നോ കൂടുതൽ ഉണ്ടായിരുന്നത്? കൂടുതലായിട്ടും അവിടുന്ന് തന്നെയുള്ള ആൾക്കാരെ അറേഞ്ച് ചെയ്യാനാണ് ശ്രമിച്ചത്. നമ്മൾ ഓഡീഷൻ വെച്ചപ്പോൾ കൂടുതലായിട്ടും വന്നത് അങ്കമാലിക്കാർ തന്നെയായിരുന്നു. അപ്പം മറ്റു സ്ഥലത്തു നിന്നുള്ളവരും ഉണ്ട്, എന്നാൽ അങ്കമാലി എന്നുള്ളവരായിരുന്നു കൂടുതലായിട്ടും. അപ്പം അത് വളരെയധികം സഹായിച്ചു. എനിക്ക് അങ്കമാലി ഭാഷ, അങ്കമാലി സ്ലാങ്, എൻ്റെ വീട് കോതമംഗലാണ്, തൊട്ടടുത്തുള്ള സ്ഥലമാണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട് അവരുടെ സ്ലാങ്ങിന്. അങ്കമാലിക്കാരായിട്ടുള്ള ഒരു സംസർഗം നമുക്ക് സിനിമേനെ വളരെ അധികം പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതായത് 150-ൽ പരം ക്യാരക്ടേഴ്സ് ഇതിലുണ്ടായിരുന്നു. ചെറിയൊരു ക്യാരക്ടറിന് വരെ അത്ര ഇമ്പോർട്ടൻസും ഉണ്ടായിരുന്നു. സിനിമ കണ്ടവർക്ക് ശരിക്കും മനസ്സിലാവും, ഒരു ക്യാരക്ടറെ പോലും നമുക്ക് വേറെ ഒരു സ്ലാങ് പറയുന്ന ആളായിട്ട് ഫീൽ ചെയ്യില്ല. എല്ലാവരും ഇത് അങ്കമാലിക്കാരുടെ കഥ. അതെ, ഐശ്വര്യ, ഇതിന്റെ ഒരു പ്രധാനം എനിക്ക് തോന്നിയത്, അതായത് തല്ല്, തമാശ, പ്രണയം, പാട്ട്, ഈ ഒരു 4 ഘടകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് സിനിമ സക്സസ് ആവാനുള്ള മെയിൻ റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐശ്വര്യക്ക് എന്താണ് സിനിമയിലെ ഏത് ഘടകമാണ് അതിനെ വിജയത്തിലേക്ക് എത്തിച്ചത്? തീർച്ചയായും തമാശ വളരെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഒരുപാട് പേര് തിയേറ്ററിലിരിക്കുമ്പോൾ തന്നെ അറിയാറുണ്ട് ചുറ്റുമുള്ളത് ചിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ആക്ഷൻ ത്രില്ലറാണ്, സസ്പെൻസ് ഉണ്ട്, ഇതൊക്കെ തന്നെയായിരിക്കും, റൊമാൻസ് ഉണ്ട്. എല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണല്ലോ ഒരു മൂവി വിജയിക്കുന്നത്. ഇതിൽ എത്ര പാട്ടുകളാണുള്ളത്? എല്ലാ പാട്ടുകളും ഇപ്പൊ പുറത്ത് ഇറക്കിയിട്ടുണ്ടോ? ഇല്ല, ഇതിൽ 3 പാട്ടുണ്ട്. മാങ്ങാക്കറി എന്ന പാട്ട് അരിശ സുരേഷ് ഏട്ടൻ പാടിയ പാട്ടുണ്ട്. പിന്നെ തോറ്റുപോയി എന്നൊരു സോങ് ഉണ്ട്. പിന്നെ നീലരാവേ എന്ന് പറഞ്ഞ് ഞാനും ഏബ്രിലുള്ള ഒരു സോങ് ഉണ്ട്. അത് ഇറക്കിയിട്ടില്ല, ഇനി ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏബിൾ, ഇതിന്റെ മറ്റ് ടെക്നിക്കൽ വർക്കുകളൊക്കെ, ഇതിന്റെ എഡിറ്റിംഗ്, മറ്റു കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ആരായിരുന്നു ചെയ്തത്? ഇതിന്റെ ഡയറക്ടർ മനോജ് വർഗീസ്, അദ്ദേഹം ചെയ്യുന്ന ഫസ്റ്റ് മൂവിയാണ്. പക്ഷെ ഇതിന്റെ ബാക്കി തരത്തിലുള്ള എല്ലാ ടെക്നിക്കൽ പരമായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരാണ് ചെയ്തിട്ടുള്ളത്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ജോവിൻ ജോൺ ആണ്. അദ്ദേഹം ഇതിഹാസയ്ക്ക് ശേഷം വേറൊരു സിനിമ ചെയ്തിരുന്നു, അതിനുശേഷം ചെയ്തിരിക്കുന്ന മൂവിയാണ്, 3ാമത്തെ സിനിമയാണ് ക്യൂബൻ കോളനി. അതുപോലെ സിനോജ് അയ്യപ്പൻ, അദ്ദേഹത്തിന്റെ 3ാമത്തെ സിനിമയാണ് സ്റ്റൈല് ഇതിഹാസ, അതിനുശേഷം ചെയ്തിരിക്കുന്ന സിനിമയാണ്. പിന്നെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് ശ്രീ മനോജ് അങ്കമാലി, അദ്ദേഹമാണ് ഇതിന്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ആർട്ട് ചെയ്തിരിക്കുന്നത് കൃപേഷ് കണ്ണൻ. അങ്ങനെ എല്ലാവരും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ സിനിമയിലും വന്നിട്ടുണ്ട്. അതായത് ഡയറക്ടർ മനോജ് വർഗീസ്, അദ്ദേഹമാണ് ഇതിൽ അനിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ജോവിൻ ജോൺ എൻ്റെ അളിയനായിട്ട് വരുന്നുണ്ട്. കൊറിയോഗ്രാഫർ അനഘ എൻ്റെ പെങ്ങളായിട്ട് വരുന്നുണ്ട്. ആർട്ട് ഡയറക്ടർ കൃപേഷ് കണ്ണൻ, അദ്ദേഹം നല്ലൊരു വില്ലൻ ക്യാരക്ടറിൽ വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രെയിൻ ചെയ്ത വിമൽ സാർ, അദ്ദേഹം ഇതിൽ നല്ലൊരു വില്ലൻ ക്യാരക്ടറായിട്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിരുന്നു ക്യൂബൻ കോളനി. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുള്ളൊരു വലിയ സംരംഭമായിരുന്നു.
ഐശ്വര്യക്ക് പുതിയ ഞങ്ങള് ഇപ്പൊ പറയാനാണെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വിളമ്പി കൊടുക്കാൻ നിൽക്കും ചിലപ്പോ. അപ്പൊ പറഞ്ഞോളൂ ഏബിൾ പറയും. പിന്നെ അപ്പോഴായിരിക്കും ഡയറക്ടർ കഴിക്കാൻ പറ്റുന്നത്. അദ്ദേഹം ക്യൂവിൽ നിന്ന് ഫുഡ് എടുക്കും. ചിലപ്പോൾ ഞങ്ങൾ പാത്രം കഴുകാൻ നിൽക്കും. ഐശ്വര്യ ചിലപ്പോൾ പാത്രം കഴുകാനോ വിളമ്പി കൊടുക്കാനോ അങ്ങനെയൊക്കെ നിൽക്കും. അപ്പം നായകനോ നായികയോ അങ്ങനെ ആരുമില്ല, എല്ലാവരുടെയുമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. ഇപ്പം ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും ചിലപ്പം വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നത്. ചിലപ്പോൾ ക്യാമറമാൻ വരുമ്പോഴായിരിക്കും ആ ലൈറ്റ് എടുത്ത് നീക്കി വെക്കുന്നത്. ഇന്ന ജോലി ഇന്ന ആൾ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു. അപ്പം ഭയങ്കര ഒരു വിഷമം വന്നു സിനിമ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക്, അതായത് സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ക്യൂബൻ കോളനി കഴിഞ്ഞല്ലോ എന്നുള്ളത്. ഇനി ഈ ഗ്രൂപ്പ് തന്നെ, കാരണം അങ്കമാലി ഡയറീസിന്റെ ഗ്രൂപ്പ് വീണ്ടും പടങ്ങൾ ചെയ്തു, ഇനി ഈ പടങ്ങൾ ആലോചിക്കുന്നു എന്നൊക്കെ അറിഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബൻ കോളനിക്കാരും ഇനി അടുത്ത പടമായിട്ട് എത്തുന്നത് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ എല്ലാവരും തമ്മിൽ ഭയങ്കര സിങ്കായി. അപ്പം ഈ ഗ്രൂപ്പിന്റെ തന്നെ അടുത്ത സിനിമ വരുവാണെങ്കിൽ ക്യൂബൻ കോളനിയേക്കാൾ നല്ല രീതിയിൽ ഇനിയും അടുത്ത നല്ല നല്ല സിനിമകൾ ചെയ്തു പോകാമെന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പം അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ. അതെ, ഐശ്വര്യക്ക് പുതിയ കഥകളോ ഇല്ലെങ്കിൽ പുതിയ സംവിധായകരോ ആരെങ്കിലും സംസാരിക്കുകയുണ്ടായോ? അങ്ങനെ ഒന്നും തീരുമാനിച്ചുറപ്പിച്ചിട്ടൊന്നുമില്ല. കഥ കേൾക്കാറൊന്നായിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും ഫിക്സ് ആയിട്ടില്ല. ഒരു പ്രൊജക്ട് ഇതുവരെ ഫിക്സ് ആയിട്ടില്ല. നല്ല പ്രൊജക്ട് വന്ന് ചെയ്യും, അങ്ങനെ ഇരിക്കുകയാണ്. ശരി, ഐശ്വര്യ ഏബിൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് നല്ല കഥാപാത്രങ്ങളുമായി മലയാള സിനിമയിൽ ഒരിടം ഉണ്ടാവട്ടെ. പ്രേക്ഷകരും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് സിനിമകൾ സംഭവിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.